ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ടോപ്പ് കോപ്പ് എന്ന മിസ്റ്ററി ത്രില്ലർ സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കിടയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷനാണ് കാണിക്കുന്നത്. രേഖ എന്ന പെൺകുട്ടി ഒരാളുമായിട്ട് കല്യാണം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ റെഡ് കളർ ഡ്രസ്സ് ഇട്ട ഒരാളെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇവരുടെ പേര് മാൻഡി എന്നാണ്. ഈ മാൻഡിയോടൊപ്പം ദീപക് എന്ന പേരിൽ ഒരുത്തൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും റൂമിനകത്തേക്ക് പോവാണ്. ഇത് കാണുന്ന മാൻഡിയുടെ ഹസ്ബൻഡ് ഷോക്കായി പോവാണ്. ഈ ഹസ്ബൻഡിന്റെ പേര് വരുൺ എന്നാണ് കേട്ടോ. വരുൺ ഇവരെ നോക്കാനായി അകത്തേക്ക് വരുന്നു. അങ്ങനെ ഇയാൾ അകത്ത് വന്നതിന് ശേഷം ദീപക് കുറച്ചു നേരം മുമ്പ്, അതായത് വൈഫിനോട് സംസാരിക്കാൻ പോയ പയ്യനില്ലേ, പരിക്ക് പറ്റിയതുപോലെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അതായത് അകത്ത് വന്ന വരുൺ ആയിരിക്കണം അവനെ അടിച്ചത്. അവൻ പരിക്ക് പറ്റിയതുപോലെ പുറത്തേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് വൈഫിനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഇപ്പോൾ പുറത്ത് വന്ന അയാൾ ഡ്രിങ്ക് ചെയ്യാമെന്ന് കരുതി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ മുകളിൽ നിന്ന് ആരോ താഴേക്ക് വീഴാണ്. അത് ആരാണ് വീണതെന്ന് ഹസ്ബൻഡ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഇയാളുടെ വൈഫായ ആ മാൻഡിയാണ്. അവർ സ്വയം ടെറസിൽ നിന്ന് ചാടിയതാണോ അതോ ദീപക് പിടിച്ച് തള്ളിയതാണോ എന്ന് ഇയാൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇയാൾ ഒരു പോലീസ് ഓഫീസറാണ്. തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചേർന്ന് ഇയാൾ ചിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു ട്രിപ്പിന് പോകാനുള്ള പ്ലാൻ ഇടാണ്. ഇവനെപ്പോഴും ബിസി എന്ന് പറയാമല്ലോ എന്ന രീതിയിൽ ഹീറോയെ കുറിച്ച് അവരും പറയുന്നുണ്ട്. ഇല്ല ഇത്തവണ തീർച്ചയായിട്ടും ഞാൻ ട്രിപ്പിന് വരും എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോഴാണ് ഇയാൾക്കൊരു കേസ് കിട്ടുന്നത്. നീ ഉടനെ തന്നെ സ്പോട്ടിലേക്ക് പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ മേലുദ്യോഗസ്ഥൻ പറയാണ്. വീണ്ടും വർക്ക് വന്നോ എന്ന് ഫ്രണ്ട്സ് ചോദിക്കുകയാണ്. വർക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ വേഗം കേസ് തീർത്തിട്ട് വരാം. തീർച്ചയായിട്ടും നമ്മൾ ട്രിപ്പിന് പോകുന്നുണ്ട് എന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇയാൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ലേഡി പോലീസും ഒരു ജെൻ പോലീസും ഇയാൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇയാൾ വന്ന ഉടനെ എന്താണ് സംഭവിച്ചെന്ന കാര്യം അവർ എക്സ്പ്ലെയിൻ ചെയ്യാണ്. രേഖയുടെ എൻഗേജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഫ്രണ്ട് ടെറസിൽ നിന്നും ചാടി സൂയിസൈഡ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. സൂയിസൈഡ് ആണെന്ന് എങ്ങനെ തീരുമാനിച്ചു? വല്ല ലെറ്ററും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ലെറ്റർ ഒന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ പോലെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നോ എന്ന് ഹീറോ ചോദിക്കുകയാണ്. അതും ഇല്ലെന്ന് അസിസ്റ്റന്റ് പറയുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ അത് സൂയിസൈഡ് ആണെന്ന് പറയുന്നത്? ഞാൻ ആദ്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കട്ടെ, അതിനുശേഷം മാത്രമാണ് ഇത് സൂയിസൈഡ് ആണോ കൊലപാതകമാണോ എന്ന കൺക്ലൂഷനിലെത്താൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ആക്ച്വലി ആ പെൺകുട്ടി താഴെ വീണ് കിടന്നില്ലേ? വീണ പെൺകുട്ടിയുടെ പേര് മാൻഡി എന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ പെൺകുട്ടിയുടെ ബോഡി എങ്ങനെയാണ് കിടന്നിരുന്നതെന്ന് എന്നെ കാണിച്ചു തരാമോ എന്ന് ലേഡി അസിസ്റ്റന്റിനോട് അദ്ദേഹം ചോദിക്കുകയാണ്. ശരി എന്ന് പറഞ്ഞ ബോഡി എങ്ങനെയായിരുന്നോ അതുപോലെ അവരെ കിടന്നു കാണിക്കുകയാണ്. അതായത് ആകാശത്തേക്ക് നോക്കിയാണ് ബോഡി കിടന്നിരുന്നത് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇയാൾ എന്തോ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇയാൾ അസിസ്റ്റന്റിനോട് പറയുന്നില്ല. എവിടെ നിന്നായിരിക്കും വീഴാൻ സാധ്യതയുള്ളത്? ആ സ്ഥലത്തേക്ക് പോയി നോക്കാമെന്ന് അദ്ദേഹം പറയാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ ബാൽക്കണി പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് ഇവരും വന്ന് നോക്കാണ്. എങ്ങനെയായിരിക്കും വീണത് എന്നൊക്കെ ഇയാൾ ചിന്തിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇവിടെ ഒരു റൂം ഉണ്ടല്ലോ, ആ റൂമിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിമും പൊട്ടിയിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ ചിതറി കിടക്കുന്നുമുണ്ട്. ഇവിടെ എന്തോ വലിയ ഫൈറ്റ് നടന്നത് പോലെ ഉണ്ടല്ലോ. എന്തായിരിക്കും ആ ഫൈറ്റ്? ഇതിനെക്കുറിച്ചും നമ്മൾ അറിയണം എന്ന് ഇയാൾ ചിന്തിക്കുകയാണ്. ഇത് കൂടാതെ ഈ റൂമിൽ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തോ എന്ന് ചോദിക്കുകയാണ്. സർ, കുറച്ചു നേരം മുമ്പ് ഫോറൻസിക് ടീമിലുള്ളവർ വന്ന് സാമ്പിളൊക്കെ കളക്ട് ചെയ്തു, ഫോട്ടോസും എടുത്തു എന്ന് കൂടെയുള്ളവർ പറയാണ്. ഇപ്പോൾ എനിക്ക് 2 പഴങ്ങൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അതായത് ഉരുണ്ടിരിക്കുന്ന 2 പഴങ്ങൾ വാങ്ങിക്കുകയാണ്. ആ പഴങ്ങൾ 2 വ്യത്യസ്ത ഡയറക്ഷനുകളിലേക്ക് ഇട്ട് നോക്കാം എന്ന് പറയാണ്. അങ്ങനെ ഇട്ട് നോക്കി ട്രൈ ചെയ്യാണ്. 2 പഴങ്ങളും താഴെ വീണ് ചെതറിപ്പോവാണ്. ഇതൊക്കെ ഒബ്സർവ് ചെയ്ത ശേഷം അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു സൂയിസൈഡ് അല്ല എന്നാണ്, കൊലപാതകമാണ്, ആരോ തള്ളിയിട്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഹൈറ്റിൽ നിന്ന് വീണാൽ അവർ മലർന്നു കിടക്കുമോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഞാൻ നോക്കിയത്. തീർച്ചയായിട്ടും മലർന്നു കിടക്കാൻ സാധ്യതയില്ല. അവർ സ്വയം ചാടിയതാണെങ്കിൽ തീർച്ചയായിട്ടും ആകാശത്തേക്ക് നോക്കി അവർ കിടക്കില്ല. ആരൊരാൾ തള്ളിയിട്ടാൽ മാത്രമേ ആകാശത്തേക്ക് നോക്കി കിടക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകമാണ്, ആരൊരാൾ തള്ളിയിട്ടതാണ്. ആരാണ് തള്ളിയിട്ടത് എന്ന് കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹം പറയാണ്. ഫംഗ്ഷൻ വന്ന എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫംഗ്ഷൻ വന്നവരൊക്കെ പോയി എന്ന് പറയാണ്. പ്രധാനപ്പെട്ട ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ആളുകൾക്കിടയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹീറോ മുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട്. എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറയാണ്. എല്ലാവരും അവിടെ ഇരിക്കുന്നു. ഇയാൾ അവിടെ വന്ന് ഓരോരുത്തരെയായി ശ്രദ്ധിക്കുകയാണ്. ഇവരെല്ലാവരുമായി സംസാരിക്കണം എന്ന് ഇയാൾ ചിന്തിക്കുകയാണ്. കല്യാണ പെണ്ണിന്റെ പേര് രേഖ എന്നല്ലേ പറഞ്ഞത്? അവരിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇയാൾ കരുതാണ്. അതുപോലെ മരിച്ച ലേഡിയുടെ പേര് മാൻഡി എന്ന് പറഞ്ഞിരുന്നല്ലോ. മാൻഡിയുടെ ഹസ്ബൻഡിന്റെ പേര് വരുൺ എന്നാണ്. ഇതാണ് വരുൺ. ഇത് സൂയിസൈഡ് അല്ല കൊലപാതകമാണെന്ന് പറഞ്ഞ ഉടനെ ഈ ഫാമിലിയുള്ള എല്ലാവരും ഷോക്കാവാണ്. ശരി, ആ മാൻഡി വന്നത് മുതൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ രേഖയോട് ചോദിക്കുകയാണ്. രേഖയും മാൻഡിയും വിദേശത്ത് ഒന്നിച്ചു പഠിച്ചവരാണ്. അതിനുശേഷമാണ് രേഖ ഇവിടെ വന്നത്, കല്യാണ ഒരുക്കങ്ങൾ നടന്നത്. അതുകൊണ്ടാണ് ഇവർ മാൻഡിയെ ഇൻവൈറ്റ് ചെയ്തത്. മാൻഡി മാത്രമല്ല, അവളുടെ ഹസ്ബൻഡായ വരുണും വന്നിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റി പറഞ്ഞില്ലേ, അവളാണ് ഇതൊന്ന് ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു.
മാൻഡിയും എല്ലാവരോടും വളരെ കാഷ്വലായി സംസാരിക്കുന്നു. കല്യാണം കഴിയുന്നതുവരെ ഇവിടെ നിന്ന് നന്നായി എൻജോയ് ചെയ്തിട്ടേ പോകാവൂ എന്ന് ഫാമിലി പറയാണ്. എല്ലാം നല്ല രീതിയിലാണ് പോയതെന്ന് രേഖ പ്രസന്റിൽ പറയാണ്. കൂടാതെ മറ്റു ചില കാര്യങ്ങളും പറയുന്നുണ്ട്. മാൻഡിയെ സംബന്ധിച്ച് എപ്പോഴും ലുക്ക് വൈസ് നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കല്യാണ പെണ്ണിന് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കും നിങ്ങൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തരണം എന്ന് അവരോട് പറഞ്ഞിരുന്നു. ശരിയെന്ന് പറഞ്ഞ് ആ ടീം വർക്ക് ചെയ്തു. അതിനുശേഷം ഫാമിലിയിലുള്ള എല്ലാവരോടും അവർ വളരെ സാധാരണമായി സംസാരിച്ചിരുന്നു. അന്ന് രാത്രി പോലും അവർ വളരെ കാഷ്വൽ ആയിട്ടാണ് സംസാരിച്ചത്. അങ്ങനെയുള്ളവൾ സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ നിങ്ങളും അതൊരു കൊലപാതകമാണെന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഹസ്ബൻഡായ വരുൺ പറയുന്നുണ്ട് ആരായിരിക്കും ഇത് ചെയ്തതെന്ന് എനിക്കറിയാമെന്ന്. എന്താ അറിയാമോ? എന്താണ് പറയുന്നത്, വ്യക്തമായി പറ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ദീപക് ആയിരിക്കും ഈ കാര്യം ചെയ്തതെന്ന് ഇയാൾ പറയുന്നു. ആരാണ് ഈ ദീപക് എന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ദീപക് മറ്റാരുമല്ല, കല്യാണ പെണ്ണ് രേഖയുടെ ഒരു കസിൻ പയ്യനാണ്. അവന്റെ ആക്ടിവിറ്റീസ് ഒട്ടും ശരിയല്ല, അവൻ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വരുൺ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. രേഖ ഇവരെ രണ്ടുപേരെയും ഫാമിലിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ ദീപക് വരാണ്. ചേച്ചി എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നു. ഇതെന്റെ ഫ്രണ്ട്, ഇത് ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് എന്ന രേഖ പരിചയപ്പെടുത്താണ്. ഇവൻ അവിടെയുള്ള മാൻഡിക്ക് കൈ കൊടുക്കുന്നു. അങ്ങനെ കൈ കൊടുക്കുന്നത് തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. ഹസ്ബൻഡ് ഇത് കലിപ്പോടെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവൻ കൈ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുൺ ദേഷ്യത്തോടെ നോക്കുകയാണ്. രേഖയ്ക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാൻ വന്നവരിപ്പോൾ മാൻഡിക്കും ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാൻഡി അതിലൊരു ഡ്രസ്സ് കണ്ണാടിയുടെ മുന്നിൽ വെച്ച് നോക്കുന്നു. അവരിങ്ങനെ ചെക്ക് ചെയ്യുന്നത് ഈ ദീപക് പുറത്തുനിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് ഹസ്ബൻഡായ വരുൺ വരെയാണ്. നീ അവിടെ എന്താ നോക്കി നിൽക്കുന്നത് എന്ന രീതിയിൽ ഒരു നോട്ടം നോക്കുകയാണ്. ഇവനും വളരെ കാഷ്വലായി അവിടെ നിന്നും പോവാണ്. ഹസ്ബൻഡിന് നല്ല കലിപ്പാവുന്നുണ്ട്. പിന്നീട് എല്ലാവരും ചേർന്ന് ഡാൻസ് ചെയ്യാണ് കേട്ടോ. ലേഡീസാണ് കൂടുതലും ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദീപക് വേണമെന്ന് വെച്ച് മാൻഡിയുടെ അടുത്തേക്ക് വന്നിട്ട് മാൻഡിയെ പിടിച്ചൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഹസ്ബൻഡ് വരുൺ കാണുന്നുണ്ട്. അയാൾക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട്. അവൻ വെറുതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സർ, അതുകൊണ്ടാണ് ഞാൻ അവനോട് നേരിട്ട് സംസാരിക്കാം എന്ന് തീരുമാനിച്ചതെന്നും പറഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ തുടങ്ങുന്നു. അവനിരിക്കുമ്പോൾ വരുൺ ചെന്ന് പറയുന്നുണ്ട് നീ ചെയ്യുന്ന ഒട്ടും ശരിയല്ല, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞവരാണ്. എന്നാൽ അപ്പോഴും ആ പയ്യൻ വളരെ ധിക്കാരത്തോടെയാണ് സംസാരിച്ചിരുന്നത്. ഞാൻ വളരെ സമാധാനമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നതിൽ എന്താ തെറ്റ് എന്നൊക്കെ അവൻ ചോദിക്കുകയാണ്. ഇയാൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് കൺട്രോൾ ചെയ്യാണ്. എന്നാൽ ഒരു സ്റ്റേജിൽ അവൻ എക്സ്ട്രീം ആയ ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ തുടങ്ങുന്നു. അതായത് മാൻഡി എന്ന പേര് ടെമ്പററി ആയി പച്ച കുത്തുമല്ലോ, ആ രീതിയിൽ അവൻ കയ്യിൽ പച്ച കുത്തിയെന്ന് പറഞ്ഞു. അവൻ വന്ന് നിന്റെ പേര് ഞാൻ കയ്യിൽ കുത്തിയിട്ടുണ്ട് കണ്ടോ എന്ന് കാണിക്കുകയാണ്. എൻ്റെ പേര് നീ എന്തിനാടാ കുത്തിയത് എന്ന് മാൻഡി പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ നിന്റെ ഭർത്താവ് ഒത്ത് ഹാപ്പി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം എന്നവൻ ചോദിക്കുകയാണ്. നിന്റെ പ്രായം എന്താ, എൻ്റെ പ്രായം എന്താ, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അനാവശ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കരുത് എന്ന് അവനോട് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ടും അവൻ വീണ്ടും അവിടെ കൈപിടിക്കുകയാണ്. ഒരു സ്റ്റേജിൽ ദേഷ്യം വന്ന മാൻഡി അവന്റെ കരണത്തടിച്ച് അവിടെ നിന്ന് പോവാണ്. നോക്കുമ്പോൾ അവിടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് അവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ദീപക്കാണ് പ്രശ്നക്കാരനെന്ന് ഹസ്ബൻഡിന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഫംഗ്ഷൻ നടന്ന അന്ന് രാത്രി നടന്നാണ് കാണിക്കുന്നത്. അതായത് രേഖയോടും കല്യാണ ചെറുക്കനോടും വരുണും വൈഫും വളരെ കാഷ്വലായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ കുടിച്ചിരുന്ന ഡ്രിങ്ക്സ് ദീപക് എടുത്ത് കുടിക്കുകയാണ്. അതായത് അവർ കുടിച്ച ഗ്ലാസ്സിൽ തന്നെ അവർ വേണമെന്ന് വെച്ച് കുടിക്കുകയാണ്. ഇത് ഹസ്ബൻഡും വൈഫും കാണുന്നുണ്ട്. ഇവന് ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ദേഷ്യപ്പെടുമ്പോൾ ഇല്ലില്ല ഇത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് അവർ സംസാരിക്കാനായി വരുന്നു. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്നവർ ചോദിക്കുകയാണ്. എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണം, റൂമിലേക്ക് വാ എന്നവൻ പറയാണ്. ശരി, ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് മാൻഡിയും ചിന്തിക്കുകയാണ്. അതുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്നു. ഇവനെന്തിനാണ് അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് വരുണും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിച്ചത്. ഇപ്പോൾ റൂമിൽ വന്ന ഉടനെ അവൻ അവളോട് അതിരുവിട്ട് പെരുമാറാൻ ട്രൈ ചെയ്യാണ്. പിന്നാലെ വന്ന വരുൺ അവനെ ഇടിക്കുന്നു. ഗ്ലാസ് ഒക്കെ പൊട്ടുന്നുണ്ട്. അവൻ പരിക്കുകളോടെ പുറത്തേക്ക് പോവാണ്. ആ ദീപക് അതിരുവിട്ട് പെരുമാറിയത് കൊണ്ട് വൈഫ് കുറച്ച് അപ്സെറ്റാണ്. ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ, നിങ്ങൾ പുറത്തേക്ക് പോകും എന്നവർ പറയാണ്. ശരിയെന്ന് കരുതി ഭർത്താവായ വരുൺ പുറത്തേക്ക് വരാണ്. എന്നിട്ട് ഡ്രിങ്ക് ചെയ്യാമെന്ന് കരുതി ഡ്രിങ്ക്സ് ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയില്ല, ഇങ്ങനെ സംഭവിച്ചതായിരിക്കാം എന്ന് വരുൺ പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ ദീപക് വീണ്ടും തിരികെ വരികയാണ്. തിരികെ വന്ന് മാൻഡിയോട് വളരെ മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. അങ്ങനെ പെരുമാറിയപ്പോൾ ഉണ്ടായ ദേഷ്യത്തിൽ അവൻ അവളെ പിടിച്ച് താഴേക്ക് തള്ളിയിട്ടതായിരിക്കാം എന്ന് വരുൺ പറയുന്നു. എനിക്ക് തോന്നുന്നത് അവനാണ് സാർ ഇത് ചെയ്തതെന്നാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവര് പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ ദീപക്കുമായി സംസാരിക്കണമല്ലോ. ദീപക് എവിടെ എന്ന് ചോദിക്കുകയാണ്. നോക്കുമ്പോൾ ദീപക് ആ സ്ഥലത്തില്ല. ദീപക് പ്രധാനപ്പെട്ട ഒരു ബന്ധുവല്ലേ, അവൻ ഇവിടെ തന്നെ ഉണ്ടാവണമല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പൊ എവിടെ പോയി എന്ന് അറിയില്ല എന്ന് മറ്റുള്ളവർ പറയാണ്. അപ്പോൾ ഈ വീട് മുഴുവൻ ചെക്ക് ചെയ്യാൻ അദ്ദേഹം പോലീസുകാരോട് പറയാണ്. പോലീസുകാർ വീട് മുഴുവൻ അരിച്ചു പറക്കുന്നുണ്ട്. അങ്ങനെ ടെറസൊക്കെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ ദീപക് ഇരിപ്പുണ്ട്. അവൻ ഇരുന്ന് ഉറങ്ങുകയാണ്. എടാ എഴുന്നേക്ക് എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് അവനെ വിളിച്ചുണർത്തുന്നു. അവനെ സംബന്ധിച്ച് ഇതൊരു സൂയിസൈഡ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊരു കൊലപാതകമാണെന്ന് ഹീറോ സംശയിക്കുന്നുണ്ടല്ലോ. അതൊന്നും ഇവൻ അറിയില്ല. അവൻ താഴെ വരുമ്പോൾ അവന്റെ ബന്ധുക്കൾ അവന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്.
ഇത് സൂയിസൈഡ് അല്ലടാ, കൊലപാതകമാണ്, അത് നീയാണ് ചെയ്തതെന്നാണ് ഈ ഹസ്ബൻഡ് പറയുന്നത് എന്നൊക്കെ അവർ പറയാണ്. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? ഇതൊക്കെ സത്യമാണോ എന്ന് ബന്ധുക്കൾ ചോദിക്കുകയാണ്. എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്നവൻ പറയുന്നു. അല്ലല്ല, നീയാണിത് ചെയ്തതെന്ന് വരുൺ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും പരസ്പരം വഴക്കിടുകയാണ്. വഴക്കിടരുത്, നിർത്ത് എന്ന് ഹീറോ പറയാണ്. നീ പറ എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യനും നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഹസ്ബൻഡ് പറഞ്ഞതും ദീപക് പറയുന്നതും വളരെ വ്യത്യസ്തമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ദീപക് അവൾക്ക് കൈ കൊടുക്കുമ്പോൾ അവളാണ് ഇവന്റെ കൈ പിടിച്ച് അമർത്തിയത്. അവൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയി പെട്ടെന്ന് കൈ മാറ്റുകയായിരുന്നു. എന്നാൽ ഹസ്ബൻഡ് കരുതിയത് ഇവനാണ് കൈ വിടാത്തതെന്നാണ്. യഥാർത്ഥത്തിൽ മാൻഡിയാണ് അവനെ വിടാതിരുന്നത്. ഇതുകൂടാതെ മാൻഡി ഡ്രസ്സുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇവൻ വളരെ കാഷ്വലായി അതുവഴി പോയതാണ്. എന്നാൽ മാൻഡിയാണ് ഇതെങ്ങനെയുണ്ട് എന്ന സിഗ്നൽ വഴി അവനോട് ചോദിച്ചത്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ നോക്കി നിന്നത്. ഇതിനെ ഹസ്ബൻഡ് തെറ്റിദ്ധരിച്ചതാണ്. ഹസ്ബൻഡ് തെറ്റിദ്ധരിച്ചതാണോ അതോ അദ്ദേഹം പറഞ്ഞതൊക്കെ കള്ളമാണോ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഇതുകൂടാതെ ലേഡീസ് ഒക്കെ ഡാൻസ് ചെയ്യുമ്പോൾ മാൻഡിയാണ് സിഗ്നൽ കൊടുത്ത് അവനെ വിളിച്ചത്. അവൻ അവൾക്കൊപ്പം ഡാൻസ് ചെയ്യാതിരുന്നിട്ടും അവളാണ് ഇവന്റെ കൈ പിടിച്ച് വലിച്ച് ഡാൻസ് ചെയ്തത്. അപ്പോൾ ഇതിലൊന്നും എൻ്റെ തെറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. ഇല്ല, ഇവൻ കള്ളം പറയാണ് എന്ന് വരുൺ പറയുന്നു. ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് ദീപക്കും പറയാണ്. പിന്നെ എന്തിനാടാ നീ അവളുടെ പേര് പച്ച കുത്തിയത് എന്ന് ചോദിക്കുകയാണ്. അതായത് ടെമ്പററി ആയിട്ടാണ് പച്ച കുത്തിയത്, എന്തിനാണ് കുത്തിയതെന്ന് ഹീറോ ചോദിക്കുകയാണ്. അവൻ പറയുന്നത് ഞാനായിട്ട് കുത്തിയതല്ല, അവളാണ് എന്നോട് ക്ലോസ് ആയിട്ട് എൻ്റെ പേര് പച്ച കുത്തി കാണിക്കാൻ ചോദിച്ചത്, അവള് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തരാണ്. അതെന്താണെന്ന് വെച്ചാൽ, ടെറസിൽ അവളാണ് അവനെ വിളിച്ചു വരുത്തിയത്. സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ അവള് പറയുന്നുണ്ട്. എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണെടാ, എനിക്ക് എൻ്റെ ഭർത്താവിന് ഒട്ടും ഇഷ്ടമല്ല, ഞാൻ അയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നെ കല്യാണം കഴിക്കാൻ പോവാണ് എന്നവള് പറയുന്നു. എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസം ഉണ്ടല്ലോ എന്നവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നവള് പറയുന്നു. വരുൺ പറഞ്ഞത് വേറെ രീതിയിലാണല്ലോ എന്ന് ഹീറോ ചോദിക്കുന്നു. വരുൺ വന്നതറിഞ്ഞ ഉടനെ അവളാണ് വേറെ രീതിയിൽ സംസാരിച്ച് എന്നെ അടിക്കുന്ന പോലെ കാണിച്ച് സ്പീഡിൽ അവിടെ നിന്ന് പോയതെന്ന് അവൻ പറയുന്നു. ഇതുകൂടാതെ ഫംഗ്ഷൻ നടന്ന രാത്രി നടന്ന കാര്യങ്ങളെല്ലാം കാണിക്കാണ്. അപ്പോഴും മാൻഡി തന്നെയാണ് റൂമിലേക്ക് വാ നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നത്. ശരിയെന്ന് പറഞ്ഞവൻ മാൻഡിയുടെ പിന്നാലെ റൂമിലേക്കും പോയി. റൂമിലെത്തിയ ഉടനെ മാൻഡിയാണ് കുറച്ച് റൊമാൻറ്റിക്കായി സംസാരിച്ചത്. അപ്പോഴാണ് വരുൺ അകത്തേക്ക് വന്ന് ഇവനെ അടിക്കുന്നത്. തലയിൽ പരിക്ക് പറ്റിയത് കൊണ്ട് അവനും വേഗം ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് റിലാക്സ് ചെയ്യാൻ ടെറസിലേക്ക് പോയി. ആ സമയത്ത് വരുണും മാൻഡിയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടാവും. വരുണായിരിക്കാം അവളെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതായത് വരുൺ ഇവന്റെ മേൽ പഴി ചാരിയതുപോലെ വരുണായിരിക്കും ഇത് ചെയ്തതെന്ന് ഇവനും പറയുന്നു. ഇത് കേൾക്കുമ്പോൾ വരുണിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എനിക്കും ഇതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ആള് പറയുന്നുണ്ട്. ആരാണത് ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഹീറോ പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ടീമുമായി ചർച്ച ചെയ്യാണ്. ടീമും ചോദിക്കുന്നുണ്ട് ആരായിരിക്കും ഇത് ചെയ്തിരിക്കാൻ സാധ്യത. എനിക്ക് രണ്ടുപേരുടെ മേലും ഡൗട്ടുണ്ട്. ഇവർ രണ്ടുപേരും തന്നെ ആകണമെന്നില്ല, വേറെ ആരെങ്കിലും ആയിരിക്കാനും സാധ്യതയില്ലേ, ആരാണെന്ന് കണ്ടുപിടിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു വശത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചും അദ്ദേഹം അറിയാൻ ശ്രമിക്കുന്നു. മാൻഡിക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷമാണ് അവർ മരിച്ചത് എന്ന് വ്യക്തമാവുന്നു. ആ ആംഗിളിൽ അന്വേഷിക്കാമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇതിനിടയിൽ മാൻഡിക്കും വരുണിനും എങ്ങനെയാണ് കല്യാണം നടന്നത് എന്നൊരു വിവരവും അദ്ദേഹത്തിന് ലഭിക്കുന്നു. ആ വിവരം അറിഞ്ഞ ഹീറോ നിങ്ങളുടെ കല്യാണം എങ്ങനെയാണ് നടന്നത്, കള്ളം പറയൊന്നും വേണ്ട, എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്നു. അപ്പോൾ വരുൺ പറയുന്നുണ്ട് അങ്ങനെയാണോ സർ, ഞാനെല്ലാം വ്യക്തമായി പറയാം, പക്ഷേ നമുക്ക് തനിച്ച് സംസാരിക്കണം. അവർ രണ്ടുപേരും തനിച്ചുള്ള ഒരു സ്ഥലത്തേക്ക് മാറുകയാണ്. ഇപ്പോൾ വരുൺ നടന്ന കാര്യങ്ങൾ പറയുന്നു. വരുണിനെ സംബന്ധിച്ച് അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്, സിറ്റിസൺഷിപ്പും ഉണ്ട്. എന്നാൽ മാൻഡി പഠിക്കാനായി അവിടെ വന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് ആ നാട് വിട്ട് പോകണമെന്നുണ്ട്. അതിനു മുമ്പ് ഒരാളെ ഡേറ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കാമെന്ന പ്ലാനിലാണ് അവർ ഇയാളെ പരിചയപ്പെടുന്നത്. അവൾക്ക് വരുണിനെ ഇഷ്ടമല്ലെന്നും സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ടാണ് കൂടെ കൂടുന്നതെന്നും ഇയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഇയാൾ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നിങ്ങളുടെ വൈഫ് നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു അല്ലേ എന്ന് ഹീറോ ചോദിക്കുകയാണ്. അതെ സാർ എന്ന് അയാൾ പറയാണ്. ആക്ച്വലി ഇവിടെ വന്ന ഉടനെ വൈഫ് അവനുമായി കുറച്ച് ക്ലോസ് ആയി ഇടപഴകുന്നത് ഹസ്ബൻഡ് നോട്ട് ചെയ്തിരുന്നു. അവനും ഇടപഴകുന്നുണ്ട്, ഭാര്യയും അതിന് നിന്ന് കൊടുക്കുന്നുണ്ട് എന്ന് ഇയാൾക്ക് മനസ്സിലായിരുന്നു. അന്ന് രാത്രി നടന്നതിനെ കുറിച്ച് ഇയാൾ സത്യം പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ റൂമിൽ വന്ന ഇയാൾ ആദ്യം അവനെ അടിക്കുന്നു. അവൻ പരിക്ക് പറ്റിയതുപോലെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇയാൾ ഭാര്യയോട് ദേഷ്യപ്പെടുന്നു. നമ്മൾ കല്യാണം കഴിഞ്ഞവരാണ്, ഇപ്പൊ എന്തിനാണ് നീ അവനുമായി ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത്, ഇതൊട്ടും ശരിയല്ല എന്ന് ഇയാൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നുമല്ല, എൻ്റെ വിസ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്. എനിക്ക് ആ പയ്യനെ ഇഷ്ടമാണ്, അതിനെന്താ പ്രശ്നം എന്നവൾ ചോദിക്കുന്നു. ഇതിൽ അപ്സെറ്റായ ഇയാൾ പുറത്ത് ഡ്രിങ്ക്സ് കഴിക്കാൻ പോയി. അതിനുശേഷമാണ് അവൾ മുകളിൽ നിന്ന് ചാടിയത്. നിങ്ങൾ ഫംഗ്ഷൻ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്താൽ പോലും ഇത് കണ്ടുപിടിക്കാം എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. ആക്ച്വലി അവർക്ക് മയക്കുമരുന്ന് നൽകിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം അവർ മുകളിൽ നിന്ന് വീണത്. ആ മയക്കുമരുന്ന് ഒരു പക്ഷെ നിങ്ങൾ കലർത്തി നൽകിയതായിരിക്കാമല്ലോ എന്ന് വരുണിനെ കുറ്റപ്പെടുത്താണ്. സർ, അവളുടെ ഫ്രണ്ട് പോലും ഇത് ചെയ്തിരിക്കാം എന്ന് പറഞ്ഞ് ഇയാൾ രേഖയുടെ മേൽ കുറ്റം ആരോപിക്കുന്നു. ആക്ച്വലി രേഖയും ആ സമയത്ത് വിദേശത്തുണ്ടായിരുന്നു. മാൻഡി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ രേഖയ്ക്കും നന്നായിട്ട് അറിയാമായിരുന്നു. മാൻഡിയെ കുറിച്ച് രേഖയ്ക്ക് എല്ലാം അറിയാം. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് രേഖ ഇങ്ങനെ ചെയ്തതായിരിക്കാം എന്നൊക്കെ ഇയാൾ പറയുന്നു. ഇപ്പോൾ ഉടനെ ഹീറോ അദ്ദേഹത്തിന് പരിചയമുള്ള പയ്യനെ വിളിക്കുകയാണ്.
അതായത് എനിക്ക് ഇവരുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വേണം, വേഗം കണ്ടുപിടിച്ചതാ എന്നാവശ്യപ്പെടുകയാണ്. ആ പയ്യനും ശരിയെന്ന് പറയുന്നു. ഇപ്പോൾ പുറത്തു വന്ന അദ്ദേഹം രേഖയോട് തനിച്ച് സംസാരിക്കണം എന്ന് പറയാണ്. കുടുംബത്തിലുള്ളവർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇയാളിപ്പോൾ രേഖയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. മാൻഡിയെ കുറിച്ച് നിനക്ക് പൂർണ്ണമായിട്ട് അറിയാലോ, മര്യാദയ്ക്ക് പറ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞ് രേഖ പറയാൻ തുടങ്ങുന്നു. ആക്ച്വലി വരുണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രായമുള്ള ആളെ കല്യാണം കഴിക്കാനായിരുന്നു മാൻഡിയുടെ പ്ലാൻ. മാൻഡിയെ സംബന്ധിച്ച് ലൈഫിൽ സെറ്റിൽ ആവണം, അതിന് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം എന്നൊരു തീരുമാനത്തിലായിരുന്നു. ഇതൊക്കെ തെറ്റാണെന്ന് രേഖ പറഞ്ഞിരുന്നു. ഇല്ലില്ല, എനിക്ക് സർവൈവലാണ് മുഖ്യം, ഈ പ്രായമുള്ള ആളെ പോലും കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് അവൾ പറഞ്ഞിരുന്നു. അതിനുശേഷം അയാൾക്കൊപ്പം സെറ്റാവാതെയാണ് വരുണിനെ കല്യാണം കഴിച്ചത്. അവളുടെ ക്യാരക്ടർ ശരിയല്ലെന്ന് രേഖയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും കൂടെ പഠിച്ച ഫ്രണ്ട് അല്ലേ എന്ന് കരുതിയിട്ടാണ് കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തത്. ഇവിടെ വന്ന അവളുടെ ആക്ടിവിറ്റീസും ഒട്ടും ശരിയായിരുന്നില്ല സർ. എൻ്റെ കസിൻ ബ്രദറായ ദീപകിനെ എങ്ങനെയെങ്കിലും വളയ്ക്കാം എന്ന് അവൾ തീരുമാനിച്ചിരുന്നു. ദീപക് പണക്കാരനായതുകൊണ്ട് അവനെ വളയ്ക്കാൻ വേണ്ടി അവൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ രേഖ പറയാണ്. അവൾ തന്നെയാണ് കൈ പിടിച്ച് ഡാൻസ് ചെയ്യിപ്പിച്ചത്. ഇതുകൂടാതെ കുടുംബവുമായി എല്ലാവരും ഇരിക്കുമ്പോൾ ദീപകിനെ മാറ്റി നിർത്തി കുറച്ച് റൊമാൻറ്റിക്കായി സംസാരിച്ചു. അവർ സംസാരിച്ചതെല്ലാം രേഖ ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ അനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് രേഖ ചിന്തിച്ചിരുന്നു. എന്നാൽ അനിയൻ എന്ത് തീരുമാനം എടുക്കുമെന്ന് അവർക്കറിയില്ല. അവന് അവളെ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ച് നോക്കാം എന്നൊക്കെ അവൻ പറയുന്നു. വീട്ടിൽ മാൻഡിയെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് അവൻ പറയുന്നുണ്ട്. എടാ, മാൻഡി കല്യാണം കഴിഞ്ഞവളാണ്, അവളെ നീ എങ്ങനെ കല്യാണം കഴിക്കും എന്നൊക്കെ വീട്ടുകാർ ചോദിച്ച് അവനെ അടിക്കുന്നു. അവളെ ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവളെ കല്യാണം കഴിക്കും എന്നവൻ പറയാണ്. എന്നാൽ വീട്ടുകാർ അതൊരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്തൊക്കെയായാലും സ്വന്തം ചേച്ചി ആയതുകൊണ്ട് രേഖ ഇതെല്ലാം നോക്കി കാണുമായിരുന്നു. തീർച്ചയായിട്ടും മാൻഡി തന്നെയാണ് അവനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ രേഖ മാൻഡിയെ കണ്ട് സംസാരിക്കാൻ വരികയാണ്. നീയാണല്ലോ ദീപകിന്റെ മനസ്സിൽ ഈ ആഗ്രഹം വളർത്തിയത്, ഇതൊക്കെ നിർത്തിക്കോ, എൻ്റെ അനിയനോട് നിന്റെ വേലത്തരങ്ങൾ കാണിക്കണ്ട, അങ്ങനെ നീ കാണിക്കാൻ ശ്രമിച്ചാൽ നിന്നെ പറ്റി ഞാൻ പുറത്തു പറയും എന്നൊക്കെ അവള് പറയുന്നുണ്ട്. ഇപ്പൊ മാൻഡി പറയുന്നു, നിന്റെ ഭാവി ഭർത്താവിനോട് നിന്റെ എക്സിനെ കുറിച്ച് ഞാൻ പറയട്ടെ, ഇവർ എക്സുമായി വളരെ അടുത്ത ബന്ധത്തിലായിരുന്നിരിക്കാം, അതൊക്കെ നിന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ അവൻ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് മാൻഡി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഫ്രണ്ടായ രേഖയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എന്നെ വിട്ടുപിടി എന്നവർ പറഞ്ഞു. അങ്ങനെ അനിയനെ ടാർഗറ്റ് ചെയ്യാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ തനിക്ക് പ്രശ്നം വരരുതെന്ന് കരുതിയിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. സത്യമായിട്ടും ഇതാണ് നടന്നത്, വേറൊന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. അപ്പോൾ അദ്ദേഹം നേരത്തെ വിവരങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ച ആൾ വിളിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കാനായി റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പുറത്തുനിന്ന് 2 അസിസ്റ്റന്റുമാരും ഇവർ സംസാരിച്ചതെല്ലാം കേട്ടിരുന്നു. അപ്പോൾ ആ ജെൻസ് അസിസ്റ്റന്റ് പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. മാൻഡി ഡ്രിങ്ക്സ് കഴിച്ചില്ലേ, അതിൽ രേഖ എന്തെങ്കിലും കലർത്തി കൊടുക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് മയക്കത്തിലിരിക്കുമ്പോൾ കറക്റ്റായി രേഖ അവളെ കാണാൻ പോയിട്ടുണ്ടാവും. അങ്ങനെ പോയവൾ എൻ്റെ അനിയനോട് തന്നെ നിന്റെ വേലത്തരം കാണിക്കാൻ നോക്കുന്നോ, ചാവടി എന്ന് പറഞ്ഞ് അവളെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടതായിരിക്കാം എന്നൊക്കെ അയാൾ പറയുന്നു. ഇങ്ങനെ നടക്കാനാണ് സാധ്യത എന്ന് ലേഡി അസിസ്റ്റന്റിനോടും അയാൾ പറയുന്നു. ഇതെല്ലാം പുറത്തു വന്ന് അവർ ഹീറോയോടും പറയുന്നുണ്ട്. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, അങ്ങനെ നടക്കാൻ സാധ്യതയില്ല, ആരെങ്കിലും സ്വന്തം കല്യാണം അവർ തന്നെ കുളവാക്കാൻ നോക്കൂ, അങ്ങനെ നടക്കാൻ വഴിയില്ല. ഇപ്പോൾ എനിക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ പയ്യന്റെ മേലാണ് ഡൗട്ട് വന്നത്. അതെന്താണെന്ന് വെച്ചാൽ ദീപക് മാൻഡിക്ക് വലിയൊരു എമൗണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാടാ നീ ഈ പൈസ അയച്ചത്, മര്യാദയ്ക്ക് പറ. സാർ ഞാൻ പറയാം സാർ എന്നവൻ പറയാണ്. അവൻ എന്താണ് പറയുന്നതെന്ന് ഇവിടെ വ്യക്തമായി കാണിക്കുന്നു. മാൻഡി പറഞ്ഞിട്ടാണ് അവൻ പച്ചകുത്തിയത്. എന്നാൽ മാൻഡി ഹസ്ബൻഡിനെ കണ്ട ഉടനെ വേറെ രീതിയിൽ സംസാരിച്ചല്ലോ. ഇതിൽ അവൻ കുറച്ച് അപ്സെറ്റായി. ഫംഗ്ഷൻ നടന്ന ദിവസം അവളാണ് അവനെ സമാധാനിപ്പിച്ചത്. സോറിടാ, അദ്ദേഹം കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, റൂമിലേക്ക് വാ, നമുക്ക് സമാധാനമായി സംസാരിക്കാം എന്നവൾ പറയുന്നു. അവനും ഒരു സ്റ്റേജിൽ സമാധാനത്തിലാവുന്നു. അതിനുശേഷമാണ് രണ്ടുപേരും സ്വന്തം ഇഷ്ടപ്രകാരം റൂമിലേക്ക് പോയത്. ഇത് ഭർത്താവ് തെറ്റിദ്ധരിച്ചതാണ്. റൂമിൽ പോയ ഉടനെ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കാണ്. എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടടാ, ഒരു സ്ഥലത്തേക്ക് അയക്കാനാണ്, നിന്റെ കയ്യിലുള്ള കാശ് അയച്ചതാ എന്ന് അവൾ ചോദിക്കുന്നു. അവളൊരു വലിയ എമൗണ്ട് ചോദിച്ചതുകൊണ്ട് അവൻ കുറച്ച് മടിക്കുന്നുണ്ട്. എനിക്ക് നീ അയച്ചു തരില്ലേ എന്നവൾ കുറച്ച് ഡ്രാമ കളിക്കുന്നുണ്ട്. ശരി ശരി അയക്കാമെന്ന് പറഞ്ഞ് അവൻ പണം അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുമ്പോഴാണ് വരുൺ അകത്ത് വരുന്നത്. വരുൺ അവനെ അടിക്കുകയാണ്. അടി കിട്ടിയതിനു ശേഷം ഞാൻ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് മുകളിലേക്ക് പോയി സാർ, അതിനുശേഷം ഞാൻ ഒന്നും ചെയ്തില്ല എന്നവൻ പറയുന്നു. ഫംഗ്ഷന്റെ വീഡിയോ ഒക്കെ എടുത്തല്ലോ, ആ വീഡിയോ എനിക്ക് വേണമെന്ന് അദ്ദേഹം അസിസ്റ്റന്റുമാരോട് ചോദിക്കുന്നു. സാർ വീഡിയോ ചോദിച്ചില്ലേ, ഇതിലുണ്ട് എന്ന് പറഞ്ഞ ഒരു വീഡിയോ നൽകുകയാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെയുള്ള TV-യിൽ അത് വെച്ച് നോക്കുകയാണ്. ഓരോ കാര്യങ്ങളും അദ്ദേഹം നന്നായി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഫംഗ്ഷനിൽ ആരൊക്കെയാണ് മാൻഡിയോട് സംസാരിക്കുന്നത്, ആരൊക്കെയാണ് മാൻഡിയോട് ദേഷ്യപ്പെടുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ഈ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ ഈ വീട്ടിലേക്ക് വരണം എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊരു കല്യാണമല്ല, എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കുറച്ച് പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കുറച്ച് പേരും ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നു. അവരോടൊക്കെ അദ്ദേഹം അന്വേഷണം നടത്തുകയാണ്. ഓരോരുത്തരുടെയും ആക്ടിവിറ്റീസ് അദ്ദേഹം നന്നായി ശ്രദ്ധിച്ചിരുന്നല്ലോ.
നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത്, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവരിൽ നിന്ന് കൃത്യമായ മറുപടി വരുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എല്ലാവരും ഒരുവിധം കൃത്യമായ മറുപടി തന്നെയാണ് പറയുന്നത്. പെട്ടെന്ന് അദ്ദേഹം ഒരാളെ ലോക്ക് ചെയ്യുന്നു. നീയാണല്ലോ അവൾക്ക് ഒരുപാട് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുത്തത്, ആ ഡ്രിങ്ക്സിൽ മാൻഡിക്ക് നീ എന്താടാ കലർത്തി കൊടുത്തത് എന്ന് ചോദിക്കുന്നു. സർ, ഞാൻ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുത്തത് സത്യമാണ് സർ, പക്ഷെ അതിൽ ഞാനൊന്നും കലർത്തിയിട്ടില്ല സർ, നോർമൽ ഡ്രിങ്ക്സ് ആണ് ഞാൻ കൊടുത്തത് എന്നവൻ പറയുന്നു. വീഡിയോയിൽ അവൻ ഇടയ്ക്കിടെ ഡ്രിങ്ക്സ് കൊടുക്കുന്നത് അദ്ദേഹം കണ്ടിരുന്നു. അതുകൊണ്ടാണ് അവനോട് അങ്ങനെ ചോദ്യം ചോദിച്ചത്. ഞാനൊന്നും ചെയ്തില്ല എന്നവൻ പറയുന്നുണ്ട്. രേഖയ്ക്ക് മേക്കപ്പും ഡ്രസ്സും ഒക്കെ കൊടുക്കാൻ ഒരു 4 പേരുണ്ടായിരുന്നല്ലോ. ആ 4 പേരും മാൻഡിയുമായി അന്ന് വഴക്കിട്ടിരുന്നു. ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ആ വാക്ക് തർക്കം നടന്നതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ മാൻഡി ഞങ്ങളെ വളരെ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. എന്ത് ഡ്രസ്സാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇതൊട്ടും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ചു. എപ്പോഴും അവർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നും അങ്ങനെ തന്നെ ചെയ്തു സർ. ഞങ്ങളും തിരിച്ച് ദേഷ്യപ്പെട്ട് കുറച്ച് സംസാരിച്ചു. ഇത്രയാണ് നടന്നത് എന്നവർ പറയുന്നു. നമ്മുടെ ഹീറോയും ശരിയെന്ന് പറഞ്ഞ് അത് സ്വീകരിക്കുന്നു. ഇവിടെ ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട്. പെട്ടെന്ന് ഇദ്ദേഹം ആ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വരികയാണ്. നീ അവളുമായി ചെറുതായി വഴക്കിട്ടല്ലോ, എന്തിനാണ് വഴക്കിട്ടത് എന്ന് ചോദിക്കുകയാണ്. വീഡിയോ കാണുമ്പോൾ മാൻഡിയും ഇയാളും തമ്മിൽ എന്തോ വഴക്കുണ്ടായതായി കാണാം. പറയരുത് എന്നൊക്കെ മാൻഡിയോട് ഇയാൾ പറയുന്നുണ്ടായിരുന്നു. എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്, മര്യാദയ്ക്ക് പറ എന്ന് ചോദിക്കുകയാണ്. സർ, റൂമിൽ പോയി തനിച്ച് സംസാരിക്കാമോ എന്ന് ഭർത്താവ് ചോദിക്കുകയാണ്. ഇദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ സംസാരിക്കാൻ അകത്തേക്ക് പോവാണ്. എന്റെ വൈഫ് അറിയരുത് സർ, അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ ഭർത്താവും അങ്ങനെ ഒരു കാര്യം പറയാൻ തുടങ്ങുന്നു. ഇയാൾ എന്താണ് പറയാൻ പോകുന്നതെന്ന രീതിയിൽ ഹീറോ നോക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ വന്ന മറ്റൊരു പെൺകുട്ടിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. എന്നെ കല്യാണം കഴിക്കാതെ വേറൊരാളെ നീ കല്യാണം കഴിച്ചല്ലേ എന്ന് ആ പെൺകുട്ടി പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് ബന്ധുവായ പെൺകുട്ടിയാണ്. ഇയാളും സോറി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റൊമാൻറ്റിക് ആയി കിസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ് മാൻഡി അവിടേക്ക് വന്ന് ഇത് കാണുന്നത്. ഇയാൾക്ക് മറ്റൊരു ഭാര്യ ഉണ്ടെന്ന കാര്യം മാൻഡിക്ക് അറിയാം. അതുകൊണ്ട് മാൻഡി ഒരു മാതിരി നോക്കിയിട്ട് പോവാണ്. എൻ്റെ വൈഫിനോട് പറയരുത് എന്ന് പറഞ്ഞ് ഇയാൾ കെഞ്ചുന്നുണ്ട്. സർ, അവൾ ചില്ലറക്കാരിയല്ല സർ, ഭാര്യയോട് പറയാതിരിക്കണമെങ്കിൽ എനിക്ക് കാശ് വേണമെന്ന് അവൾ ചോദിച്ചു. ഞാൻ അതും തരാമെന്ന് പറഞ്ഞു സർ, അല്ലാതെ എനിക്കും ഇതിന് നമ്മൾ യാതൊരു ബന്ധവുമില്ല എന്ന് ഭർത്താവ് പറയുന്നു. കള്ളം പറയരുത്, അവൾ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി നീ അവളെ കൊന്നതാണോ എന്ന് ചോദിക്കുന്നു. സർ, സത്യമായിട്ടും അല്ല എന്ന് ഭർത്താവ് പറയുന്നു. ശരി, പോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം അയാളെ പറഞ്ഞയക്കുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഫോൺ കോൾ വഴി ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ആ ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യണം, പുറപ്പെടണം എന്ന് പറഞ്ഞ് അയാൾ തീരുമാനിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ മാൻഡി കാരണം വേറൊരു കുടുംബവും ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ആ കുടുംബത്തെ കാണാനായി ഇദ്ദേഹം യാത്ര തിരിക്കുകയാണ്. വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലുള്ളവരാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇവരുടെ മകനാണ് എന്തോ സംഭവിച്ചിരിക്കുന്നത്. മകൻ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് മാതാപിതാക്കളുമായി ഇദ്ദേഹം ഒരുപാട് സംസാരിക്കുന്നു. ഇദ്ദേഹം സംസാരിച്ച് എന്താണ് മനസ്സിലാക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അദ്ദേഹം എന്തോ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ വിവരങ്ങൾ അറിഞ്ഞ് ഇദ്ദേഹം തിരികെ ഫംഗ്ഷൻ നടന്ന സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. മാൻഡി വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ നാട്ടിലായിരുന്നല്ലോ. അപ്പോൾ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മാൻഡി ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ആരാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നേരത്തെ സംശയിച്ച ആളുകളുടെ അടുത്തേക്ക് അദ്ദേഹം വരുന്നു. അവരെല്ലാവരും പകച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരെയായി സംശയത്തോടെ നോക്കി ഇദ്ദേഹം ഞാൻ ആദ്യം ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞ് ഒരു കാര്യം പറയാൻ തുടങ്ങുന്നു. മാൻഡിക്ക് ഒരു 18 വയസ്സുണ്ടായിരുന്നപ്പോൾ ഒരാളെ സ്നേഹിച്ചിരുന്നു. അയാളെ കല്യാണം കഴിക്കണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു. അയാളും സമ്മതിച്ച് വീട്ടിൽ സംസാരിച്ചിരുന്നു. വീട്ടിലെല്ലാവരും തീരുമാനിച്ച് കല്യാണവും ഉറപ്പിച്ചിരുന്നു. മാൻഡി ആദ്യം കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ആളുടെ പേര് അരുൺ എന്നാണ്. ആ അരുണിനെ കല്യാണം കഴിക്കാനിരുന്നവൾ ആ അരുണിനോട് വളരെ നൈസായിട്ട് സംസാരിച്ച് അയാളുടെ സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങി, സ്വർണ്ണമൊക്കെ വാങ്ങി. അങ്ങനെ വാങ്ങിയവൾ ഒരു ദിവസം അയാളെ ഉപേക്ഷിച്ചു പോയി. എന്തുപറ്റി, എന്തിനാണ് നീ എന്നെ വിട്ടുപോയത് എന്ന് അയാൾ ചോദിച്ചിരുന്നു. എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ടും ചെയ്തു. തന്നെ പറ്റിച്ചിട്ട് പോയെന്ന് അരുണിന് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. അരുൺ ആകെ തകർന്നു പോവാണ്. അതൊക്കെ വിട്ടുകളയടാ, വേറൊരു പെൺകുട്ടിയെ നോക്കി നിന്നെ കല്യാണം കഴിപ്പിക്കാം എന്നൊക്കെ വീട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ അരുണിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. ഒരു സ്റ്റേജിൽ അരുൺ തെറ്റായ തീരുമാനം എടുക്കുന്നു. ഇപ്പോൾ ഇയാളുടെ ബോഡി നാട്ടുകാരൊക്കെ കൊണ്ടുവരികയാണ്. ഇത് കാണുന്ന അമ്മയും അച്ഛനും ആകെ തകർന്നു പോവാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി അവൻ മരിച്ചു പോയല്ലോ എന്നോർത്ത് അവർ ഫീൽ ചെയ്യാണ്. ഇതെല്ലാം പ്രസന്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുന്നു. ആക്ച്വലി ആ ഫാമിലിയുമായി ഇദ്ദേഹം സംസാരിക്കാൻ പോയല്ലോ. ആ ഫാമിലിയിൽ അരുണിന് ഒരു അനിയത്തി ഉണ്ടെന്നും ഇദ്ദേഹം മനസ്സിലാക്കുന്നു. ആ അനിയത്തിയുടെ ഇപ്പോഴത്തെ ഫോട്ടോ ആ സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന ഇദ്ദേഹം കുറച്ചൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ പെൺകുട്ടിയെ നമ്മൾ അന്ന് ഫംഗ്ഷൻ നടന്ന സ്ഥലത്ത് കണ്ടിരുന്നല്ലോ എന്ന് ചിന്തിച്ച അദ്ദേഹം ഇപ്പോൾ പ്രസന്റിൽ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അതായത് ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുക്കാൻ ഒരു 4 പേരുണ്ടായിരുന്നല്ലോ, അതിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അരുണിന് കല്യാണം ഉറപ്പിക്കുമ്പോഴൊക്കെ ഈ പെൺകുട്ടി വളരെ ചെറിയ കുട്ടിയായിരുന്നു. ഒരു 12-13 വയസ്സേ കാണും. ഇപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ഒരു 20 വയസ്സോളം ആയത്. നീയാണിത് ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഈ പെൺകുട്ടിയുടെ പേര് പ്രിയ എന്നാണ്. അവൾ പ്ലാൻ ചെയ്തൊന്നും ഇത് ചെയ്തതല്ല. ഈ ഫംഗ്ഷനിൽ ജോലി ചെയ്യാൻ മാത്രമാണ് അവൾ വന്നത്.
മാൻഡി ഈ ഫംഗ്ഷന് വന്ന ഉടനെ ഇവളല്ല എന്റെ ചേട്ടനെ പറ്റിച്ചവൾ എന്ന് അവൾക്ക് തോന്നി. ഇവിടെ ദീപക് എന്ന പയ്യന് വല വീശുന്നതും അവൾ കണ്ടിരുന്നു. ഇവളെ പോലെയുള്ളവരെ ജീവനോടെ വിടാൻ പാടില്ല, എങ്ങനെയെങ്കിലും കഥ കഴിക്കണമെന്ന് പ്രിയ ചിന്തിച്ചു. അതിനു വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്ത് അവൾ ഈ കാര്യം ചെയ്തത്. ആ മാൻഡി എപ്പോഴും ഫോട്ടോ എടുക്കുമായിരുന്നല്ലോ. അങ്ങനെ മാൻഡി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ഒരു സാധനം ഫോറൻസിക് ടീം വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് അവിടെ 2 ലിപ്സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഫോറൻസിക് ടീം ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 ഫോട്ടോകളും അദ്ദേഹം കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ അതാണ് മർഡർ വെപ്പൺ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഈ പെൺകുട്ടി പേടിച്ചു നിൽക്കുകയാണ്. മാൻഡിയുടെ ശരീരത്തിൽ കലർന്നിരുന്ന മയക്കുമരുന്നല്ലേ അതിന് കാരണം ആ ലിപ്സ്റ്റിക് ആണ്. മര്യാദയ്ക്ക് അത് താ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതിൽ കൂടുതൽ നമുക്കിനി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ആ പെൺകുട്ടിക്ക് വ്യക്തമായി മനസ്സിലാവുന്നു. ആ പെൺകുട്ടി പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ലിപ്സ്റ്റിക് എടുത്ത് നൽകുകയാണ്. ആക്ച്വലി ആ പെൺകുട്ടി ലിപ്സ്റ്റിക്കിൽ ഒരു മയക്കുമരുന്ന് കലർത്തിയിരുന്നു. ഇതെങ്ങനെയെങ്കിലും അവളെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കണം എന്ന് അവൾ ചിന്തിച്ചു. അവർ രേഖയ്ക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ മാൻഡിയും എന്റെ ലിപ്സ്റ്റിക് കാണുന്നില്ല, ആ ഷെയ്ഡില്ല എന്ന് പറയുന്നു. എന്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ട്, ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി അത് നൽകി. അവർ ആ ലിപ്സ്റ്റിക് യൂസ് ചെയ്തല്ലോ, അത് പതുക്കെ പതുക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഡ്രിങ്ക്സ് കഴിച്ചത് കൊണ്ടല്ല അവർക്ക് ബോധം നഷ്ടപ്പെട്ടത്, ആ ലിപ്സ്റ്റിക് കാരണമാണ് അവൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. ഹസ്ബൻഡ് പുറത്തേക്ക് പോയല്ലോ, ആ സമയത്ത് എനിക്ക് നെഞ്ചെടുപ്പുള്ളതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയോട് അവൾ പറയുന്നുണ്ട്. താഴെ പോയി ആളെ കൂട്ടിക്കൊണ്ടുപോവാ എന്നും പറഞ്ഞിരുന്നു. എന്നാൽ പ്രിയ താഴെ പോവാതെ അവരുടെ അടുത്തേക്ക് വരുന്നു. നിനക്ക് എന്നെ മനസ്സിലായില്ലല്ലോ, അരുണിനെ നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മാൻഡി ഭയക്കാണ്. എന്റെ ചേട്ടനെ അന്യായമായി നീ കൊന്നില്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, ചാവടി എന്ന് പറഞ്ഞ് പിടിച്ചു തള്ളുന്നു. അങ്ങനെ തള്ളിയിട്ടതിലാണ് ഇവർ മേലെ നിന്ന് താഴെ വീണ് മരിച്ചത്. പ്രിയെ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കില്ലല്ലോ. ആരും അറിയാതെ വളരെ സാധാരണമായി ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പ്രിയ തിരികെ വരുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ പ്രിയയാണത് ചെയ്തതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചല്ലോ. ഇതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവിടെയുള്ള പോലീസ് ടീമിനെ ഏൽപ്പിച്ച് പ്രതിയെ കൈമാറുന്നു. എനിക്ക് സമയമായി, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോകുന്നു. ആക്ച്വലി ഫ്രണ്ട്സുമായി ട്രിപ്പിന് പോകാൻ പ്ലാൻ ചെയ്തിരുന്നല്ലോ, ആ ട്രിപ്പിലേക്ക് അദ്ദേഹം പോകുന്നു എന്ന് കാണിച്ചാണ് സിനിമയുടെ കഥ അവസാനിക്കുന്നത്. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.